ഓടും കുതിര ചാടും കുതിര ഒരു വട്ടുപടം എന്ന് പറഞ്ഞാൽ ഇത് എടുത്തവർക്കും വട്ടാണ്, ഇതിൽ അഭിനയിച്ചവർക്കും വട്ടാണ് എന്ന് ഓഡിയൻസിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഓടും കുതിര ചാടും കുതിര ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല, ആക്ച്വലി ഇതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഈ പടത്തിലത്തെ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വട്ട് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓവർ ദ ടോപ്പ് ക്രേസി ഇൻസെയിൻ മാഡ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. യെസ്, ഇതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷേ ഓടും കുതിര ചാടും കുതിര എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്കായ ഒരു സിനിമയാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പെർഫോമൻസുകളിൽ നിന്ന് തുടങ്ങാം. എല്ലാവരും നല്ല കിഡിലനായിട്ട് തന്നെ ഓവർ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അഗൈൻ അതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ് തന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർ കിഡിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാല് ജെനുവൻലി എന്നെ വളരെയധികം ചിരിപ്പിച്ച ഒരു ക്യാരക്ടറായിരുന്നു ആൻഡ് ഒരു പെർഫോമൻസും കൂടിയായിരുന്നു ലാലിൻ്റെ. ഡെഫിനറ്റ്ലി ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. മേക്കിംഗ് വൈസ്, വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസ് ആണെങ്കിലും പടത്തിൻ്റെ ടോണിനോടും സെറ്റാവുന്ന രീതിയിൽ തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിഷ്വലി ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ് കേട്ടോ, കളർഫുൾ മൂവിയാണ്. അതുപോലെ ഓഡിയോൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്. കൊടുത്ത പൈസയ്ക്ക് എക്സ്ട്രാ വർക്ക് ചെയ്തു തന്നെ പറയേണ്ടി വരും, കാരണം ചില സീൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അഗൈൻ ഈ പടത്തിന്റെ ആ ഒരു ഓവർ ദ ടോപ്പ് ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് ഈ പടത്തിന് എന്നെ ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയി തോന്നി. എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഫുൾ പൊട്ടത്തരവും മണ്ടത്തരവും കോമാളിത്തരവും അമ്മാതിരി പരിപാടികളാണ്, അങ്ങേയറ്റമാണ് അതിൻ്റെയൊക്കെ. ബട്ട് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. അഥവാ എല്ലാം ഞാൻ എൻജോയ് ചെയ്തു പറയില്ല, ചിലതൊന്നും എനിക്ക് അങ്ങനെ വർക്കില്ല. ബട്ട് ഒരു ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ ആ ഒരു രീതിയിൽ, അഥവാ ഒരു ഓവർ ദ ടോപ്പ് ഹ്യൂമർ എന്നുള്ള രീതിയിൽ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഈ ഒരു ഓവർ ദ ടോപ്പ് ഹ്യൂമർ പരിപാടി എന്ന് പറയുന്നത് ആക്ച്വലി നല്ല രീതിയിൽ പാളിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരിക്കും പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇതും എങ്ങനെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷേ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരെ എനിക്കൊരു ദുരന്ത പടമായിട്ടൊന്നും തോന്നില്ല. ഇറ്റ്സ് ആൻ ആവറേജ് മൂവി ഇൻ മൈ ഒപ്പീനിയൻ. ബട്ട് ആ സിനിമ കുറേ ഭാഗങ്ങളിൽ ആ ഒരു ഓവർ ദ ടോപ്പ് ഹ്യൂമർ എന്ന് പറയുന്നത് നന്നായി പാളിപ്പോയി എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഇവിടേക്ക് വരുമ്പോൾ ഈവൻ ദോ അത് പെർഫെക്റ്റായി ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ കൈൻഡ് ഓഫ് ആ ഒരു സീരിയസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിലേക്കൊക്കെ അവർ കൂടുതൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഉണ്ടാവില്ല, അതൊരു ടൈപ്പ് പരിപാടി ആവുമോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് അത് ഒട്ടും ഓക്വേർഡ് ആവാത്ത രീതിയിൽ തന്നെ അവർ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ അവർ ട്രാൻസിഷൻ ചെയ്തു. അഥവാ സഡനായിട്ട് ഇപ്പോൾ ഹ്യൂമറിൽ നിന്ന് സീരിയസിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതേ ഇല്ല. ആൻഡ് ഓവറോൾ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഫെൽ ലൈക്ക് സംതിങ് ഡിഫറെൻറ്റ്, അഥവാ സംതിങ് യുണീക്ക്. അഥവാ സ്ഥിരം കാണുന്ന പടത്തിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേക്ക്. എല്ലാത്തിലും, ക്യാരക്ടേഴ്സിലാണെങ്കിലും കഥയിലാണെങ്കിലും കഥാ സാഹചര്യങ്ങളിലാണെങ്കിലും സീക്വൻസ് എഴുതി വെച്ചിരിക്കുന്ന രീതിയാണ്, എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണ്, എല്ലാത്തിലും ഒരു യുണീക്ക് സ്റ്റാമ്പ് ഈ പടത്തിനുണ്ട്. അതൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം, എനിക്ക് ഈ പടം ഒട്ടും ബോറടിച്ചില്ല എന്നുള്ളതാണ്. അഥവാ തുടക്കം മുതൽ അവസാനം വരെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അഥവാ സമയം പോയതേ അറിഞ്ഞില്ല, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ ഒരു 2.5 മണിക്കൂർ എനിക്ക് ജെനുവൻലി ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഒട്ടും ബോറടിക്കാതെ തന്നെ ഇരുന്ന് കണ്ടൊരു സിനിമയാണത്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് കിടിലം ഗംഭീരം അങ്ങനത്തെ ഒരു സിനിമയൊന്നുമല്ല. ഇതിലും അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പടത്തിൽ ചില കാര്യങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ഫോർ എക്സാമ്പിൾ സൂസൈഡ്, അതുപോലെ സ്റ്റോക്കിംഗ് ഒക്കെ, അതൊക്കെ ശരിയാണ് ഒരു ഹ്യൂമറസ് രീതി തന്നെ ചെയ്തിരിക്കുന്നത്. ബട്ട് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് വർക്കായില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡാർക്ക് ഹ്യൂമർ, ഇറ്റ്സ് ജസ്റ്റ് ഡാർക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്കതൊന്നും അങ്ങനെ വർക്കായില്ല. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇമോഷണലി ഈ പടം എന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈവൻ ദോ ആ ഒരു ഹ്യൂമറിൽ നിന്നും ആ ഒരു സീരിയസ് ഇമോഷണൽ ടോണിലേക്കുള്ള ഷിഫ്റ്റ്, അഥവാ ആ ഒരു ട്രാൻസിഷൻ എന്നെ ഇമ്പ്രസ് ചെയ്തെങ്കിൽ പോലും ആ ഒരു സീനിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിങ്ങിലേക്ക് കയറുമ്പോൾ എന്നിൽ ഒരു രീതിയിലുള്ള കണക്ഷനും അത് ഉണ്ടാക്കിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ മിഡിൽ പോർഷനിലേക്ക് എത്തിയപ്പോൾ ദ മൂവി കൈൻഡ് ഓഫ് ബിക്കം ലൈക്ക് എ ഹെഡ്ലെസ് ചിക്കൻ, അഥവാ ഒരു ഡയറക്ഷൻലെസ് മൂവി ആയിട്ട് മാറുന്നുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ മിഡിലേക്ക് എത്തിയപ്പോൾ. അഥവാ അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ ദ മൂവി കൈൻഡ് ഓഫ് ഡിഡ് ബിക്കം എ മെസ് ഇൻ മൈ ഒപ്പീനിയൻ. സോ ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ഓടും കുതിര ചാടും കുതിര. വളരെയധികം ഇഷ്യൂസ് ഉള്ള സിനിമ തന്നെയാണ്. ബട്ട് ഒരു ടോട്ടാലിറ്റിയിൽ ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് സംതിങ് റിഫ്രഷിങ്. അഥവാ ഒരേ പടം പിന്നെയും കാണുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ചില കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതുകൊണ്ട് ടോട്ടാലിറ്റിയിൽ ഐ തോട്ട് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. അഥവാ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഓടും കുതിര ചാടും കുതിര തന്നത്. ബട്ട് ദാറ്റ്സ് മൈ
പേഴ്സണൽ ഒപ്പീനിയൻ, അതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെന്നറിയാം. മെജോറിറ്റി ഓഡിയൻസിനെ ഈ പടത്തിന് വൻ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അഗൈൻ ദാറ്റ്സ് ദെയർ ഒപ്പീനിയൻ ആൻഡ് ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദാറ്റ്. ഐ ഓൺലി കെയർ അബൌട്ട് മൈ ഓൺ ഒപ്പീനിയൻ, ബട്ട് ഐ റെസ്പെക്ട് ദെയർ ഒപ്പീനിയൻ ഒബ്വിയസ്ലി. ബട്ട് യാ, എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ, എഗൻ എടുത്തു പറയാം, സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അല്ലാണ്ട് കാണാണ്ട് വന്ന് കുണയ്ക്കാൻ നിൽക്കണ്ട കമൻറ്റ് സെക്ഷനിൽ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ഐ വിൽ സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.